നമ്മുടെ ടേപ്പർ റോളർ ബെയറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഡേറ്റാ ബുക്ക് ഉപയോഗിച്ചത് കൃത്യമായിട്ട് ഫുള്ള് ചെയ്യാനായിട്ട് അതില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ചോദിക്കുന്നെങ്കിലും അങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. നമ്മൾ എക്സും വൈ ഒന്നും കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എക്സും വൈ ഒന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല ടേപ്പർ റോളർ ബെയറിങ്ങിൻ്റെ. അത് നമ്മുടെ ഡേറ്റാ ബുക്കിനകത്ത് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനത് നിർത്തി നമ്മളിൽ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കയറാം. അവസാനത്തെ അല്ല, ഒരു ഏകദേശം സെക്കൻഡ് ലാസ്റ്റ് പോലെ ടോപ്പിക്കലോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് കയറുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെ സൈക്ലിക് ലോഡ് വരുന്ന ഒരു കേസ്. അതായത് ബെയറിങ്ങിനകത്ത് ഒരു 5 സെക്കൻഡ് ഇത്ര ലോഡ്, 10 സെക്കൻഡ് ഇത്ര ലോഡ്, 15 സെക്കൻഡ് ഇത്ര ലോഡ്, ഇത്ര RPM അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നമ്മുടെ പി ഇക്വലൻറ്റിൻ്റെ ഇക്വേഷൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പി ഇക്വലൻ്റ് ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. അപ്പം നമുക്ക് എല്ലാ പി ഉണ്ടായിരിക്കും. ഓരോ സമയം തന്നിട്ടുണ്ടെങ്കിൽ ഓരോ സ്പീഡ് N1 ഇത്ര സമയത്ത് N1, N2, N3 അങ്ങനെ 3 റൊട്ടേഷൻ സ്പീഡ് തന്നിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ഒരു കേസ് എടുത്തോ. റേഡിയൽ ലോഡ് 2500 ന്യൂട്ടൺ 700 RPM 25% ഓഫ് ടൈം, 500 ന്യൂട്ടൺ 5000 ന്യൂട്ടൺ 900 RPM 50% ഓഫ് ടൈം, റേഡിയൽ ലോഡ് 1000 ന്യൂട്ടൺ 750 RPM 25% ഓഫ് ടൈം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഇക്വലൻ്റ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ക്യൂബ് റൂട്ട് ഓഫ് N1 P1 ക്യൂബ് പ്ലസ് N2 P2 ക്യൂബ് പ്ലസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും ഡിവൈഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് അങ്ങനെ എത്ര മറിച്ചോ അത്രയും. അപ്പം N1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പീഡായിട്ട് ഉപയോഗിക്കാം. ആൻഡ് P1 എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു സമയത്തേക്ക് നമുക്ക് വേണ്ടുന്ന ആ ഒരു ലോഡിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ച് കൂടെ കാര്യം മനസ്സിലാവും. എങ്കിലും ഞാൻ പറഞ്ഞതുള്ളൂ. അതായത് ഈ സാധനം നമുക്ക് ഇൻ്റഗ്രേറ്റും ചെയ്യാം. അതായത് ഇങ്ങനൊരു കേസ് വന്നു. അതായത് നമുക്ക് ഈ ക്യൂബ് റൂട്ട് ഓഫ് N1 P1 ക്യൂബിന് പകരം പി ക്യൂബ് DNനെ 0 to N ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഡിവൈഡ് ബൈ DNനെ 0 to N ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പി കണ്ടിന്യൂസ്ലി വേരിയിങ് ലോഡാണെങ്കിൽ. പക്ഷേ ഈ ഇക്വേഷൻ നമ്മുടെ ഡേറ്റാ ബുക്ക് ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് നമ്മുടെ ഡേറ്റാ ബുക്ക് ഇക്വേഷൻ ഉണ്ട്. അതപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടേ, ഇതാണ് ആ ഇക്വേഷൻ. കണ്ടേ, അപ്പം ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചോദിച്ചിട്ട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇതിനകത്ത് ഇക്വലൻ്റ് ലോഡ് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനകത്ത് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു, റേഡിയൽ ലോഡ് മാത്രം ആക്ട് ചെയ്യുന്ന കേസാണ് F1, F2, F3 3 റേഡിയൽ ലോഡാണെന്നുള്ള കേസ് നമ്മൾ ലാസ്റ്റ്. പക്ഷേ 3 കേസിലും ത്രസ്റ്റ് ലോഡും റേഡിയൽ ലോഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പം 2 പ്രോബ്ലത്തിൻ്റെ കൂടെ നമുക്കിത് മൊത്തം മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തരാൻ പറ്റും. ശ്രമിക്കാം, പറ്റുന്ന രീതി മാക്സിമം ശ്രമിക്കാം. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ തന്നെ നോക്കാം. അതായത് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുക. അതായത് കണ്ടേ, സോ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബെയറിംഗ് ഹാസ് എ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി ഓഫ് 40500 ന്യൂട്ടൺ 40,500 ന്യൂട്ടൺ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി സി തന്നിട്ടുണ്ട്. ആൻഡ് ഓപ്പറേറ്റ്സ് ഓൺ ദ ഫോളോയിങ് വർക്ക് സൈക്കിൾ. ഓക്കെ, അതായത് റേഡിയൽ ലോഡ് 5000 ന്യൂട്ടൺ 500 RPM 25% ഓഫ് ടൈമിൽ റൺ ചെയ്യും. അടുത്തത് റേഡിയൽ ലോഡ് ഓഫ് 10,000 1 10 100 1000 10,000 10,000 ന്യൂട്ടനായിട്ട് 700 RPM 50% ഓഫ് ടൈം. അതേ കണക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ലൈഫ് ഓഫ് ബെയറിങ്ങിനാകും. അപ്പം ലൈഫാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ. അപ്പോൾ നമുക്ക് സി തന്നിട്ടുണ്ട്, ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ സെയിം ആണ്. ആ ഒരു മനസ്സിലായെങ്കിൽ നമുക്ക് പി ബൈ ആ ഇക്വേഷൻ ഉണ്ട്, C/P ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു ലൈഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഏത് ബോൾ ബെയറിംഗ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ബോൾ ബെയറിംഗ്. മറ്റേ റോളർ ആണെങ്കിൽ 3.33 ഉപയോഗിക്കണം. നമുക്കറിയാതെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അറിയാനായിട്ട്. അപ്പം സി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ അങ്ങ് മാറ്റി എഴുതണം. അതായത് ഞാൻ എലമെൻറ്റ് നമ്പർ 1 2 3 ലോഡ് ആദ്യം 5000, പിന്നെ 10000, പിന്നെ 7000. ഓക്കെ, ആൻഡ് എലമെൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു 25% ഓഫ് ടൈം, 0.5% ഓഫ് ടൈം, അല്ല 50% ഓഫ് ടൈം, 25%. അപ്പോൾ ഞാൻ പെർസെൻ്റ് എലമെൻറ്റ് ടൈം എന്നുള്ള രീതിക്ക് അത് മിനിറ്റാണ്. എത്രയും മിനിറ്റാണ്. അത് 0.25 അതിന് മിനിറ്റിലാണ് നമ്മൾ പറയുക എലമെൻറ്റ് ടൈം. പെർസെൻറ്റേജ് എന്ന് അവർ പറയുന്നത് നമ്മൾ ഇപ്പോൾ കറക്റ്റായിട്ട് പെർസെൻറ്റേജ് മാറ്റി മിനിറ്റിലാണ് ഇത് വരുന്നത്. 0.25 ഓഫ് മിനിറ്റ് എന്ന് പറയാൻ പറ്റും. ആക്ച്വലി ഇത് 1 മിനിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ 1 മിനിറ്റിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. 1 മിനിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ മിനിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, ആ മിനിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റ്, ആ മിനിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റ്, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം സംഭവമൊന്നുമില്ല. എഴുതാനാണെങ്കിൽ ഈ 3 പെർസെൻറ്റേജിനെയും പോയിൻ്റ് ഇട്ടങ്ങ് എഴുതണം. എലമെൻറ്റ് ടൈം സ്പീഡ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞേക്കാൻ കണക്ക് 500 700 400 500 700 400 എഴുതണം. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷനകത്ത് ക്യൂബ് റൂട്ട് ഓഫ് P1 എന്താ പറയുക N1 P1 ക്യൂബ് പ്ലസ് N2 P2 ക്യൂബ് അങ്ങനെ വരുന്നത്. അപ്പം ആ N എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ 0.25നെ 500 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ആ N.
ആക്ച്വലി ഈ ഒരു മിനിറ്റിനകത്ത് ഇത്ര പെർസെൻറ്റ് പോവുമെങ്കിൽ ടോട്ടൽ ആ സ്പീഡിനകത്ത് ഇത്ര പോകാതെ ഈ മിനിറ്റിനെ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കും. അപ്പോൾ ഈ റെവല്യൂഷൻ മാത്രം കിടക്കും. റെവല്യൂഷൻ പെർ മിനിറ്റ് അല്ലേ, മിനിറ്റിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് നടക്കുന്നത്. പക്ഷേ അങ്ങനെ അറിയണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ആദ്യമേ ഈ പറയുന്ന പെർസെൻറ്റിനെ മാറ്റി എഴുതണം, അത് 11 ടൈം നമ്മൾ എഴുതണം, സ്പീഡ് കൃത്യമായിട്ട് 3 ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് റെവല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എഴുതുമ്പം സംഭവം ഇത് കണ്ട ടോട്ടൽ എടുക്കുമ്പോഴത്തേക്ക് 1 മിനിറ്റ് തന്നെ വരും. അതിൻ്റെ ഇവിടെ 575 ടോട്ടൽ റെവല്യൂഷൻ ആ രീതിക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി N1 N2 N3 കിട്ടി, P1 P2 P3 ഉണ്ട്. നമ്മൾ ഇക്വേഷൻ വെച്ച് P കണ്ടുപിടിക്കുന്നു. N1 P1 ക്യൂബ് പ്ലസ് N2 P2 ക്യൂബ് പ്ലസ് N3 P3 ക്യൂബ് ഡിവൈഡ് ബൈ N1 പ്ലസ് N1 N2 ഹോൾ ക്യൂബ്. ഇക്വേഷൻ ഡേറ്റാ ബുക്ക് ഉണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇക്വലൻ്റോടെ കിട്ടുന്നു. ഇക്വലോട് കിട്ടി കഴിഞ്ഞാൽ ബെയറിംഗ് ലൈഫ് കണ്ടുപിടിക്കാൻ നമുക്ക് സി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇക്വലോടും ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് എക്സും വൈ ഒന്നും വേണ്ട. കാരണം ഇക്വലോട് കണ്ടുപിടിക്കാൻ നമ്മൾ എക്സും വൈ ഒക്കെ ഉപയോഗിക്കുന്ന ഇക്വലോട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. റേഡിയലോട് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളായി സാധനം. സോ L10 കണ്ടുപിടിക്കുകയാണെങ്കിൽ സി ബൈ പി ദ ഹോൾ ക്യൂബ്. ഇക്വേഷൻ ഡേറ്റാ ബുക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തന്നായിരുന്നു. ചെയ്യണം, കിട്ടും. അത് L10 കേസ് കിട്ടും. ഇനി L10 നമുക്ക് എന്താക്കണം, ടൈമിൻ്റെ കേസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ L10 നമ്മൾ സ്പീഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഈ സ്പീഡ് വെച്ചിട്ട് നമ്മൾ ഇത് മൂന്നും കൂടെ കൂട്ടി ഈ സ്പീഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് ഇപ്പം നമ്മൾ RPM കിടക്കുന്നതുകൊണ്ട് നമ്മൾ 60 ഒക്കെ ഉപയോഗിക്കണം. RPSിലൊക്കെ മാറ്റുവാണെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ L10 × 10⁶ ഡിവൈഡ് ബൈ 60n എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് ഇത് ഞാൻ പറഞ്ഞിടത്തും ഡേറ്റാ ബുക്ക് കിടപ്പുണ്ട്, നമുക്ക് നോക്കിയെടുത്ത് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ, സിമ്പിളായ കാര്യമാണ്. സോ L10 എടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നു. ഇത്ര മണിക്കൂർ ഇത് റൺ ചെയ്യും. ഈ റെവല്യൂഷൻ നമ്മുടെ മില്യൺ റെവല്യൂഷൻ ഉണ്ടെങ്കിൽ L10 കണ്ടുപിടിച്ചാൽ മില്യൺ റെവല്യൂഷൻ ഇത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ അത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ആക്സിലും ത്രസ്റ്റും റേഡിയയിലും ആക്സിലും ലോഡുള്ള കേസിൽ നമുക്ക് ഇക്വലൻ്റ് ലോഡ് ഓരോ കേസിനെയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുന്നെങ്കിലും അവിടുത്തെ P1 P2 P3 കണ്ടുപിടിക്കണം ആദ്യം. അതാണ് അവിടുത്തെ ഒരു ചലഞ്ച്. അപ്പോൾ ആ ചലഞ്ച് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.